തിരുവനന്തപുരത്തേക്ക് പോകുന്നൊരു കാര്യമുണ്ടായിരുന്നു. അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിലോട്ട് പോവുമായിരുന്നു. അവളവിടെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം അവിടെ നിൽക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ എടുത്ത ടിക്കറ്റായിരുന്നു. ജനശതാബ്ദിക്കായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ എന്തോ ഞങ്ങളുടെ കഷ്ടകാലം കൊണ്ടോ ഇനി വണ്ടിക്കാരെ നല്ല കാലം കൊണ്ടൊന്നും അറിയില്ല, ട്രെയിൻ ഞങ്ങൾ എത്തുന്നതിൻ്റെ ഒരു സെക്കൻഡ് മുമ്പ് എടുത്തിട്ട് പോയി. പക്ഷെ ഞങ്ങളത് അറിഞ്ഞില്ല. അറിയാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഓടിപ്പിടിച്ച് പ്ലാറ്റ്ഫോമിൽ 4ലേക്ക് പോകുന്നു, 2ലാന്ന് പറഞ്ഞ് പിന്നെ 2ലോട്ട് വരുന്നു. പക്ഷേ ട്രെയിൻ മൂവ് ഓൺ ആയിപ്പോയി. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അടുത്ത് വന്ന ട്രെയിനായിരുന്നു വന്ദേ ഭാരത്. കുറേ കാലമായിരുന്നു ഇതിലൊന്ന് കയറണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, നമ്മൾ ഫ്ലൈറ്റിലൊക്കെ പോകുന്നൊരു ഫീൽ തന്നെ. കാരണം ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, പക്ഷേ ഫ്ലൈറ്റിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാണുന്ന വീഡിയോസിലൊക്കെ കണ്ടെന്നില്ലേ, അതുപോലെ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് ആകെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കുപ്പി വെള്ളം, അത് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പിന്നെയുള്ളതെല്ലാം ഫുഡ്. പിന്നെ ഇതെല്ലാം നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിക്കുന്നതാണ്. ചായ ഞാൻ ഓർഡർ ചെയ്തത് കോഫിയായിരുന്നു. ഷുഗർലെസ് ബിസ്ക്കറ്റും പിന്നെ സുപ്പ് ചായ ഒരു രക്ഷയില്ല കേട്ടോ. ചായ രക്ഷയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഊട്ടിയിൽ വയനാടൊക്കെ ട്രിപ്പ് പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. നമ്മളതിൻ്റെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ മേടിക്കുന്ന ചായ ഉണ്ടല്ലോ, അതിലൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ, ക്വാളിറ്റി കൂടുതലായിരിക്കില്ല. അതുപോലെയുള്ള ഒരു ചായ ആയിരുന്നു അത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഒരു ചായ ഓർഡർ ചെയ്തു, അത് കഴിഞ്ഞൊരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു ചായ കൂടെ ഓർഡർ ചെയ്തിരുന്നു. കാരണം നല്ല ടേസ്റ്റായിരുന്നു ചായക്ക്. അതുകൊണ്ട് തന്നെയായിരുന്നു. 40 രൂപയാണ് ഇതിന് ബിസ്ക്കറ്റിനും ചായക്കും കൂടെ. 7 രൂപ ചായ ആണെങ്കിൽ, കോഫിയാണെങ്കിൽ 20 രൂപ, പിന്നെ സ്നാക്സിന് 20 രൂപ, അങ്ങനെ 40 രൂപയായിട്ടായിരുന്നു. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ ടോയ്ലറ്റൊക്കെ ക്ലീനെന്ന് പറയാൻ ഒരു രക്ഷയില്ലാത്ത, നമുക്ക് ഹാൻഡ് വാഷിനുള്ള കാര്യങ്ങളും വൃത്തിയും ഒക്കെ നല്ല രീതിക്ക് തന്നെ ഉണ്ടായിരുന്നു, ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ. പക്ഷേ അതിൻ്റെ വീഡിയോസ് എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തോ എടുത്തില്ലായിരുന്നു. കാരണം ബാത്റൂമിൽ അങ്ങനെ ഒത്തിരി ടൈം പോയിട്ടില്ല എന്നല്ല, പക്ഷേ അതിൽ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. ഇനി എപ്പോഴെങ്കിലും പോകാനൊരു ചാൻസ് കിട്ടുകയാണ് ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഇത് കാണിച്ചു തരുമായിരുന്നു. പിന്നെ എനി ടൈം ആൾക്കാരുണ്ടാവും, നമുക്ക് കോഫി ചായ എന്താ വേണ്ടതെന്ന് ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ട്. നമുക്ക് കംഫർട്ടബിളായിരിക്കും യാത്ര. കാരണം ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടേക്കായിരുന്നു. അവിടുന്ന് 4:05 തോന്നുന്നു ട്രെയിൻ എടുത്തത്. കറക്റ്റ് ഇവിടെ നിന്ന് ആ ഒരു ടൈം ഒരു 5-6 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ജില്ല ടു ജില്ല മാത്രമേ സ്റ്റോപ്പുള്ളതുണ്ടായിരിക്കും. അതിനുശേഷം ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ലഞ്ച് ഓർഡർ ചെയ്തു. ലഞ്ചിൽ വന്നിരിക്കുന്ന സാധനങ്ങളായിരുന്നു ഇതൊക്കെ. ചിക്കൻ കറി ഉണ്ടായിരുന്നു കണ്ടോ, പിന്നെ ഇതിനെന്തോ സാലഡോ ഉപ്പേരി പോലൊരു സാധനം, കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട്, അത് കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചിക്കൻ കറി എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഉണ്ടായിരുന്നത് പരിപ്പ് കറിയായിരുന്നു. കൊള്ളാം, പരിപ്പ് കറി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ദാൽ കറി അവരുടെ ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചായിരുന്നു അതിലുണ്ടായിരുന്നത്. കണ്ടോ, ദാൽ കറി, പിന്നെ ഒരു അച്ചാർ, പിന്നെ ചെറിയൊരു ഉപ്പിൻ്റെ പാക്കറ്റ്, കൊള്ളാം.